അടുത്ത ഒരു ദിവസം അവധിയാണ് അവിടെ, നാളത്തെ ദിവസം അവധിയാണ്. അതുകൊണ്ട് മിക്കവാറും ചിലപ്പോൾ ഇന്ന് ലീവിലായിരിക്കണം, അവരെല്ലാം വീടുകളിലായിരിക്കണം. ചെന്നൈ നഗരം നമുക്കറിയാം വളരെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ വന്ന് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നല്ലൊരു സംഖ്യ ആളുകൾ ചിലപ്പം അവരുടെ വീടുകളിലായിരിക്കും. എന്നാൽ ഇപ്പോൾ നഗരത്തിലുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ സ്ഥാനങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ്. പക്ഷേ അതിനുവേണ്ടി ഈ രീതിയിലുള്ള ഗതാഗത സംവിധാനങ്ങളെ ആശ്രയിച്ചിട്ട് കാര്യമില്ല. കാരണം വളരെ കുറച്ച് ഈ അടുത്ത മണിക്കൂറിൽ തന്നെ ഇതിൻ്റെ തീവ്രത ഈ രീതിയിൽ തുടർന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടാകും, ഗതാഗത സംവിധാനം താറുമാറാകും, മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള സർക്കാർ പറയുമ്പോൾ മാത്രമേ വീടുകളിൽ നിന്ന് പുറത്തേക്ക് പോകാനും ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറാനും പാടൂ എന്നുള്ള നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. സർക്കാർ പറയുമ്പോൾ മാത്രം അതിനുവേണ്ടി ഈ നിർദ്ദേശങ്ങൾ കിട്ടാനും ഒക്കെ തന്നെ മൊബൈൽ ഫോണുകൾ ചാർജ് ചെയ്ത് വെക്കാനുള്ള ഒരു ആവശ്യമാണ് തമിഴ്നാട് സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രാജഗോപാൽ കമ്മത്ത്, മൊബൈൽ ഫോണുകൾ മാത്രമല്ല അവരുടെ പേഴ്സുകളും തീർച്ചയായിട്ടും ചാർജ് ചെയ്ത് വെക്കണം. ഈവൻ ATM-കളിൽ പണമില്ല, പക്ഷെ എന്നിരിക്കലും എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടെങ്കിൽ അവരുടെ പേഴ്സുകളും നിറച്ച് വെക്കുക തൽക്കാലം. അല്ലെന്നുണ്ടെങ്കിൽ ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾ ഏത് രീതിയിലാകുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിമാനത്താവളം തീർച്ചയായിട്ടും ഇപ്പോൾ അടച്ചിട്ടുണ്ടാകും. അവിടെ നിന്നുള്ള വിമാനങ്ങളൊന്നും പറന്നു പോകുകയില്ല അടുത്ത കുറച്ച് മണിക്കൂറുകൾ, അല്ലെങ്കിൽ അടുത്ത 24 മണിക്കൂർ. അതുപോലെ തന്നെ ട്രെയിൻ ഗതാഗതം നിലച്ചിരിക്കുകയാണ് തൽക്കാലം. ഇപ്പോൾ ബസ്സുകൾ ഓടുന്നുണ്ടാകും, പ്രൈവറ്റ് വാഹനങ്ങൾ ഓടുന്നുണ്ടാകും. ഇപ്പോൾ ഈ അടുത്ത കുറച്ച് 3-4 മണിക്കൂറുകൾ നേരത്തേക്ക് സുരക്ഷിത സ്ഥാനങ്ങളിലുള്ളവർ അവിടെ തന്നെ തുടരുന്നതാണ് നല്ലത്. മറ്റ് വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളിലുള്ളവർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലെത്തി സർക്കാരിൻ്റെ സഹായം തേടേണ്ടതുണ്ട്. പിന്നെ ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ ഈ സമയത്ത് അവസരത്തിനൊത്ത് പ്രവർത്തിക്കണം. അവർ മുൻകരുതലുകൾ എടുക്കണം. അത്യാവശ്യത്തിന് ഇന്ധനം കരുതണം. കഴിഞ്ഞ തവണ നമുക്കറിയാം ICUയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും, ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലെ ICUയിലുണ്ടായിരുന്ന എല്ലാ ആളുകളും മരണമടയുകയുണ്ടായി. കാരണം അവർക്ക് ജനറേറ്ററിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞില്ല. ICU നിശ്ചലമായി. അതുപോലെ തന്നെ വെന്റിലേറ്ററുകളിലെല്ലാം നിശ്ചലമായി. വൈദ്യുതി ഇല്ലാതെ ഒരു കാര്യവും നടക്കില്ല. അവിടെ ജലം നിറഞ്ഞു. അങ്ങനെയാണ് അത് പ്രശ്നമുണ്ടായത്. അതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ ഇപ്പോൾ തന്നെ എടുക്കേണ്ടതുണ്ട്. കാരണം വൈദ്യുതിയുടെ കാര്യം പ്രവചനീയമല്ല. എത്ര സമയം വരെ വൈദ്യുതി നിലനിൽക്കും എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ മൊബൈലും ടെലിഫോൺ സംവിധാനങ്ങളുമൊക്കെ ആശ്രയിച്ചാണ് പല കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഇപ്പോൾ ഇൻ്റർനെറ്റ് ആകട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ വാർത്താവിനിമയം ആകട്ടെ, എല്ലാം തന്നെ ഇത്തരത്തിലുള്ള ശൃംഖലകളെ ആശ്രയിച്ചാണ് നിലകൊള്ളുന്നത്. അത് എത്രത്തോളം സമയത്തേക്ക് നിലനിൽക്കുമെന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഹാം റേഡിയോയും സാറ്റലൈറ്റ് ഫോണുമാണ് ഇപ്പോൾ വരുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഹാം റേഡിയോയും സാറ്റലൈറ്റ് ഫോണുമാണ് നമുക്ക് ഉപയോഗത്തിന് വരിക. അതുമാത്രമല്ല, നേരിട്ട് എത്തിക്കുന്ന ടെലിവിഷൻ അതുപോലെ തന്നെ റേഡിയോ സംവിധാനങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ അവയും ഈ സമയത്ത് ആശ്രയിക്കാവുന്നതാണ്. പല കേബിൾ ശൃംഖലകൾ താറുമാറായിട്ടുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരിട്ട് പ്രക്ഷേപണം എത്തിക്കുന്ന ഇടങ്ങൾ ആണ് ഇപ്പോൾ ആശ്രയിക്കാൻ പറ്റുക. ഇത്തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്താൽ മാത്രമേ. അതുമാത്രമല്ല, ചെന്നൈയിൽ മാത്രമല്ല, ആന്ധ്രയുടെ തീരപ്രദേശത്തും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. അവിടെ മഴ തുടങ്ങിയിട്ടുണ്ടാകണം. അപ്പോൾ അതിൻ്റെ സൂചനകൾ അവിടെയുണ്ട്. അവിടെ കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ടാകണം. അപ്പോൾ ആ പ്രദേശങ്ങളിലുള്ളവരും ഇതിന് മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ എത്തിക്കുക. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്നുള്ളത് വ്യക്തമല്ല. കാരണം കേന്ദ്ര സർക്കാരിൽ നിന്ന് ഉള്ള സഹായ വാഗ്ദാനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകണം. ഇപ്പോൾ മിലിറ്ററിയും ഒക്കെ സഹായ വാഗ്ദാനങ്ങളും സഹായമായിട്ട് മുന്നിട്ടിറങ്ങിയിട്ടുണ്ടാകണം. കഴിഞ്ഞ തവണ തന്നെ ഫ്ലഡിൻ്റെ സമയത്ത് അവർ വളരെയധികം സഹായങ്ങൾ എത്തിച്ചിരുന്നു. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീമിന് അവർ വളരെയധികം സഹായിച്ചിരുന്നു. ഈവൻ കഴിഞ്ഞ ഫൈലൈൻ ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് വളരെ ശ്ലാഘനീയമായ ഒരു പ്രവർത്തനമാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടീം അന്ന് കാഴ്ചവെച്ചത്. നാശനഷ്ടങ്ങൾ വളരെ ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള, ആൾനാശം വളരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പ്രയത്നമായിരുന്നു അത്. അതുപോലെ തന്നെ അതിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട്, നേരത്തെ പ്രവചിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ചെന്നൈയിലും ആ ഒരു കാര്യം ആവർത്തിക്കും. ആൾനാശം ഉണ്ടാകാതെ, അധികം ആഘാതമില്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് വികസന മാതൃകകൾ രൂപപ്പെടുത്തുന്നത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം. ഇനിയെങ്കിലും കഴിഞ്ഞ വർഷം ഒറ്റപ്പെട്ട ഒരു സംഭവമായി 100 വർഷത്തിലൊരിക്കൽ മാത്രം വരുന്ന ഒരു ഫ്ലഡാണെന്ന് നമ്മൾ കരുതി. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ചെന്നൈയും ഇപ്പോൾ സൈക്ലോണിന് വൾണറബിൾ ആയിരിക്കുകയാണ്. ചെന്നൈയുടെ ഭാഗത്ത് ഒരു നിർദ്ദേശം അധികൃതരുടേതായി വന്നിട്ടുണ്ട് ശ്രീ രാജഗോപാൽ കമ്മത്ത്. അത് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നു. എന്നൂർ, പാൽവർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് താമസിക്കുന്നവർക്ക് ആ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നൽകിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്നൂർ, പാൽവർക്കാട് എന്നീ പ്രദേശങ്ങൾ, അവിടെയുള്ളവർ ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന ഒരു അഭ്യർത്ഥന ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെതായി വന്നിട്ടുണ്ട്. ശ്രീ രാജഗോപാൽ കമ്മത്ത്.
തീർച്ചയായിട്ടും വളരെ ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ IMDയുടേത്. വളരെ കൃത്യമായിട്ടുള്ള പ്രവചനം നമുക്ക് അത് ഏത് സമയത്ത് ലാൻഡ്ഫോൾ ഉണ്ടാകും, ഏത് പ്രദേശത്തേക്ക് മാറും, ഇത് പരിണമിച്ച ഏത് രീതിയിലേക്ക് ഏത് ദിശയിലേക്കാണ് പോവുക എന്നൊക്കെയുള്ള കൃത്യമായ പ്രവചനങ്ങളും അതിൻ്റെ ചിത്രങ്ങളുമൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാനായി. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ഇതിൻ്റെ ഈ സൈക്ലോണിൻ്റെ കാര്യങ്ങളെല്ലാം ആയിരം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്, അനേക ലക്ഷം ആളുകളിലേക്ക് എത്തിക്കാനായി സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്, ഏറ്റവും സാധാരണക്കാർ, വളരെ താഴേക്കിടയിലുള്ള ആളുകൾക്കൊന്നും ഇതിനേക്കുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത്, അവരാണ് ഇതിനകത്ത് സംഖ്യ കൂടുതലുള്ളത്, അവരെയാണ് ഇത് തീർച്ചയായിട്ടും ബാധിക്കാൻ പോകുന്നത്. അവരുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. സർക്കാർ അവരെയാണ് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടത്. അവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുക, അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതിനാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അവിടെ ഇപ്പോൾ മിലിറ്ററി തന്നെ ഇപ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ തവണ തന്നെ ഹെലികോപ്റ്റർ വഴി ധാരാളം ആഹാര സാധനങ്ങളൊക്കെ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംഭവത്തിൽ നിൽക്കാതെ ഇപ്പോൾ തന്നെ ഒരു ആവശ്യത്തിലുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഫ്ലഡിങ് കഴിഞ്ഞ വർഷം ഉണ്ടായ പോലെയൊന്നും തൽക്കാലം ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് നമുക്കിപ്പം കരുതേണ്ടിയിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽസ് കണ്ടാൽ മാത്രമേ ഇതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്കറിയാൻ കഴിയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് മുൻകരുതലുകൾ എടുക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ അവർ ഒരുക്കിയിട്ടുണ്ട്. അത് ഫലപ്രദമായി തന്നെ നടപ്പിലാവും എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രതീക്ഷിക്കേണ്ടത്. ഒപ്പം തന്നെ ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഉള്ളവർ, ചെന്നൈയുടെ ഉൾഭാഗങ്ങളിലുള്ളവരും തീർച്ചയായിട്ടും ഈ കടലോര പ്രദേശങ്ങളിൽ മാത്രമല്ല ഇത് ബാധിക്കുക, ഉൾപ്രദേശങ്ങളെയും ഇത് ബാധിക്കും. കാറ്റ് ഉൾപ്രദേശങ്ങളിലെയും ബാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും അവിടെയുള്ളവരും ഇതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതാണ്. സർക്കാർ തീർച്ചയായിട്ടും ഇതിനു വേണ്ടിയുള്ള മുൻകരുതലുകൾ എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ തുറക്കേണ്ടതാണ്. അവിടെ സംവിധാനങ്ങൾ ഒരുക്കണം, ആഹാര സാധനങ്ങൾ ഒരുക്കണം, വൈദ്യസഹായം ഒരുക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈദ്യസഹായം ഉറപ്പാക്കണം എല്ലാവർക്കും. സ്വകാര്യ ആശുപത്രികളിൽ നിർദ്ദേശം നൽകണം. അതായത് ആര് ചികിത്സയ്ക്ക് വന്നാലും അവരെ ഒഴിവാക്കി വിടാതെ അവരെ അവിടെ ചികിത്സിക്കാനുള്ള സംവിധാനം ഇപ്പോൾ ചെന്നൈയിലെ എല്ലാ ആശുപത്രികളിലും നിർദ്ദേശം കൊടുക്കണം. അതാണിപ്പോൾ വേണ്ടത്. കാരണം ഇത് ബാധിക്കാൻ പോകുന്നത് ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെയാണ്. അവരെയാണ് ഈ സമയത്ത് സഹായിക്കേണ്ടത്. രാജ്യം ഒത്തുചേർന്ന്, രാജ്യത്തെ എല്ലാ ആളുകളും ഒത്തുചേർന്ന്, എല്ലാ സ്റ്റേറ്റ്സും ഒത്തുചേർന്ന് ചെന്നൈയുടെ ഈ കലാമിറ്റിയിൽ നിന്നും, ആ ആഘാതത്തിൽ നിന്നും, സാമ്പത്തിക ആഘാതത്തിൽ നിന്നും അവരെ കരകയറ്റാനുള്ളൊരു അവസരമാണിപ്പോൾ. മിലിറ്ററി ഇതിനകത്ത് ഇപ്പോൾ തന്നെ സജ്ജമായിട്ടുണ്ടാകും. മിലിറ്ററി കഴിഞ്ഞ ഇത്തരത്തിലുള്ള കലാമിറ്റികൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം വളരെയധികം സഹായം എല്ലാ ഇടങ്ങളിലും എത്തിച്ചിട്ടുണ്ട്. അത് തീർച്ചയായും ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ കഴിഞ്ഞ കുറച്ച് നാൾ സുനാമിയിൽ നിന്നും നമ്മൾ ഒരുപാട് വലിയ പാഠങ്ങൾ പഠിച്ചു. 2004 സുനാമിയിൽ നിന്നും നമുക്കറിയില്ലായിരുന്നു, സുനാമി വരുമ്പോൾ നമുക്കറിയില്ലായിരുന്നു ഒരു സുനാമിയാണെന്ന്. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണ് ശരിക്കും ശരിക്കുമുള്ളൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സംവിധാനം തന്നെ തുടക്കമായത്. അതിനുശേഷമാണ് സുനാമി വാർണിംഗ് സിസ്റ്റം ഉണ്ടായത്. ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സുനാമി വാർണിംഗ് സിസ്റ്റം, ഇൻകോയ്സ് എന്ന് പറയുന്ന ഇന്ത്യൻ സുനാമി വാർണിംഗ് സിസ്റ്റം തൊട്ടടുത്ത രാജ്യങ്ങളിലേക്കൊക്കെ സുനാമി വാർണിംഗ് നൽകുന്നുണ്ട്. അത് വളരെ ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ സൈക്ലോൺ വാർണിംഗ് സെൻറ്റേഴ്സും ഉണ്ട്. അത് കുറച്ചുകൂടി സജ്ജമാക്കേണ്ട ഒരു സമയമാണ്. കാരണം ഇനിയുള്ള സമയങ്ങൾ സൈക്ലോണുകൾ കൂടുതലായിട്ട് വരുന്ന സമയങ്ങളാണ്. ട്രോപ്പിക്കൽ സൈക്ലോൺസ് കൂടുതലായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ അറ്റ്ലാന്റിക്കിലെ ഹരിക്കെയിനും പസഫിക്കിലെ ടൈഫൂണും ഒക്കെ കൂടുതലായിട്ട് വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ USA തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴയുണ്ടാകുകയും അവിടെയെല്ലാം വെള്ളത്തിനടിയിലാകുകയും ചെയ്തു. ഇപ്പോൾ ഒരു ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഒരു കാരണമായിട്ടിത് കരുതുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ആക്ച്വൽസ് എന്ന് പറയുന്നത് ഭൂമിയുടെ ചരിവ് മൂലം പതിക്കുന്ന സൂര്യവികിരണം മൂലം ഉണ്ടായിരുന്ന താപം സമുദ്രോപരിതലത്തിൽ നിലനിൽക്കുകയും ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള ശൈത്യം നിറഞ്ഞ ജലം അത്ര ശൈത്യത്തോടെ അല്ലാതെ എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. അത് മഹാസമുദ്ര പ്രവാഹങ്ങൾ വഴിയാണ്, ഓഷ്യൻ കറൻസ് വഴിയാണ് ഈ താപനിലയിലെ കൈമാറ്റം നടക്കുന്നത്. ആ താപനിലയിലെ കൈമാറ്റത്തിൽ വരുന്ന കുറവാണ് ഇത്തരത്തിലുള്ള സൈക്ലോണും ഹറിക്കെയിനും ടൈഫൂണും ഒക്കെ കൂടാനായിട്ടുള്ള കാരണം. അതുപോലെ ശക്തമായ മഴയുണ്ടാകാനും കാരണം ഇതാണ്. ഇത് നമ്മൾ പരിചയിച്ചു വന്ന ആ കാലാവസ്ഥയിൽ നിന്നും മാറാനായിട്ടുള്ള കാരണം ഇതാണ്.
അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകരുതലുകൾ തീർച്ചയായിട്ടും എടുക്കണം. നമുക്ക് ശക്തമായ സൈക്ലോൺ വാർണിംഗ് സിസ്റ്റംസ് വേണം. നമുക്കിപ്പോൾ തന്നെ റഡാർ സംവിധാനങ്ങളുണ്ട്. റഡാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അപഗ്രഥിച്ച് നമുക്ക് പ്രവചനം നടത്തുന്ന സൂപ്പർ കമ്പ്യൂട്ടറുകളുണ്ട്. ഇന്ത്യൻ മെറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ തന്നെ ഇത്തരത്തിലുള്ള കമ്പ്യൂട്ടറുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകരുതലുകൾ എടുക്കാൻ സാധിക്കുകയും മാറ്റിപ്പാർപ്പിക്കാൻ സാധിക്കുകയും മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ സൈക്ലോൺ വാർണിംഗ് സിസ്റ്റം കൂടി കുറച്ചുകൂടി സാങ്കേതിക വിദ്യ അതിൽ കുറച്ചുകൂടി സാങ്കേതികമായിട്ട് മുന്നേറി അതിന് കുറച്ചുകൂടി സംവിധാനങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏത് സമയത്ത് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടി സൂക്ഷ്മതയോടുകൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ അതിൻ്റെ പരിണതി ഏത് രീതിയിലായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിയുന്നില്ല. കാരണം ചിലപ്പോൾ ഇത് ഒറീസയുടെ തീരപ്രദേശം വരെ എത്താനായിട്ടുള്ള ചാൻസ് ഉണ്ട് എന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുക. പക്ഷെ ചിലപ്പോൾ വെസ്റ്റ് ബംഗാൾ വരെ കഴിഞ്ഞ തവണ ഫൈലീൻ ഉണ്ടായപ്പോൾ അത് വെസ്റ്റ് ബംഗാളിൻ്റെ തീരപ്രദേശം കടന്ന് പോവുകയുണ്ടായി. പക്ഷെ അവിടെ അത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. ഏറ്റവും കൂടുതലുണ്ടായത് തെക്കോട്ടുള്ള പ്രദേശങ്ങളിലാണ്. അതുപോലെ തന്നെ ചെന്നൈയിൽ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന ഈ ചുഴലിക്കാറ്റ് ഏത് രീതിയിൽ പരിണമിച്ച് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് വരുന്ന മണിക്കൂറുകളിലാണ് അറിയാൻ കഴിയുക. അത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഓരോ സൈക്ലോണും നമുക്ക് ഓരോ പാഠങ്ങളാണ് നൽകുന്നത്. പക്ഷേ എന്നിരിക്കലും ഈ പ്രതിഭാസങ്ങളെ പ്രതിരോധിക്കുക, മുൻകരുതൽ എടുക്കുക എന്നുള്ളത് വളരെ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഇപ്പോൾ ശ്രീ രാജഗോപാൽ കമ്പത്ത്, കനത്ത നാശനഷ്ടം ഉണ്ടാക്കും ഈ വർധ എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രാഥമിക നിഗമനം വന്നിട്ടുണ്ട്. അതായത് ശക്തി പ്രാപിച്ചുകൊണ്ട് നിലനിന്നുകൊണ്ട് ഏകദേശം 4 മണിക്കൂറുകളോളം ഈ ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള പ്രവചനമാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെതായി ഇപ്പോൾ വന്നിട്ടുള്ളത്. ശ്രീ രാജഗോപാൽ കമ്പത്ത്, അതൊരു ആശങ്ക ഉയർത്തുന്ന കാര്യം തന്നെയാണ്. കാരണം തുടർച്ചയായിട്ടുള്ള കണക്കുകൂട്ടലുകളിൽ നിന്നാണ് ഇതിൻ്റെ ഓരോ പ്രോഗ്രസിൻ്റെ ഓരോ ഘട്ടവും നമുക്ക് അതിൻ്റെ വിവരങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കും. അത് എങ്ങനെ പരിണമിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ഏതായാലും ഈ 167 കിലോമീറ്റർ കൂടുതലൊന്നും ഇതിൻ്റെ തീവ്രത വർദ്ധിക്കാൻ പോകുന്നില്ല, കാറ്റിന്റെ തീവ്രത വർദ്ധിക്കാൻ പോകുന്നില്ല. ബച്ചു, കേൾക്കാൻ കഴിയുന്നുണ്ടോ? എന്താണ് ഇപ്പോൾ നിലവിൽ ചെന്നൈയിലെ ഒരു അവസ്ഥ? ഞങ്ങളിപ്പോ ഉള്ളത് സൗത്ത് ചെന്നൈയിലാണ്. സൗത്ത് ചെന്നൈയിൽ ഇപ്പൊ കുറെ നേരത്തിന് ശേഷം കാറ്റിന്റെയും മഴയുടെയും ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ റോഡുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടും വെള്ളത്തിനടിയിലാണ്, വെള്ളക്കെട്ടാണ്. നോർത്ത് ചെന്നൈയിലൂടെ സൈക്ലോണിന്റെ ഐയുടെ ഒരു ഭാഗം കടന്നു ഒന്ന് വ്യക്തമായിട്ട് കാണാമെന്നാണ് അവിടെയുള്ള ഫ്രണ്ട്സ് പറഞ്ഞത്. സോ ഇപ്പോഴും 100 കിലോമീറ്റർ സ്പീഡിൽ വരെ കാറ്റടിച്ചിരുന്നു. ഇപ്പോ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെയുള്ള ഒരുപാട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ഇപ്പോഴും ഡിലേഡ് ആണ്. 10 മണിക്ക് ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റ്സൊന്നും ഇപ്പോഴും എത്തിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാൻ കഴിയുന്നൊരു കാര്യം അനുസരിച്ച് വിമാനത്താവളമൊക്കെ വെള്ളത്തിനടിയിലായിരിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ കംപ്ലീറ്റ് റോഡുകളെല്ലാം പ്രശ്നമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ്സ് എല്ലാം ഡിലേഡ് ആണ്, പലതും ക്യാൻസൽ ആയിട്ടുണ്ട്. പിന്നെ MRTS മാസ് റെയിൽവേ നിയന്ത്രിച്ചിരിക്കുകയാണ്, സ്പീഡ് കുറച്ചാണ് ഓടുന്നത്. ചെന്നൈ ബീച്ചിൽ നിന്നുള്ള പല സർവീസുകളും ഇപ്പോഴും ഡിലേഡ് ആണെന്നൊക്കെയാണ് അറിയുന്നത്. അവിടുത്തെ വാർത്താവിനിമയ സംവിധാനങ്ങളൊക്കെ എങ്ങനെയാണ്? അതായത് ചാനലുകളൊക്കെ നഷ്ടമായിരിക്കുന്നു, സംപ്രേഷണം നിലച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് ചാനൽസിലൊന്നും ഫോളോ ചെയ്യാൻ ഒക്കുന്നില്ല. ഏതായാലും കോർപ്പറേഷന്റെ 4 24/7 കമാൻഡ് സെന്ററുകൾ തുടങ്ങിയിട്ടുണ്ട്. 4 ഹെൽപ്പ് ഇമെയിലുകളും 7 വാട്സ്ആപ്പ് സർവീസുകളും ചെന്നൈ കോർപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഹെൽപ്പ് ലൈൻ വേണ്ടിയിട്ട് കമാൻഡ് റൂമായിട്ട് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി വൈദ്യുതി കംപ്ലീറ്റ് ആയിട്ട് വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് ഇതുവരെ. ആളുകളൊന്നും റോഡിലൊന്നും ആരില്ല. ഹൈപ്പർ മാർട്ടുകളും മോളുകളും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ചെറിയ ഷോപ്സുകളെല്ലാം രാവിലെ മുതലേ അടഞ്ഞു കിടക്കുകയാണ്. റോഡുകളെല്ലാം ഏകദേശം വിജനമാണ്. തീർച്ചയായും ബച്ചു, വളരെ വേഗത്തിൽ ഞങ്ങൾ ബച്ചുവിലേക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാനായി എത്താം. ഞങ്ങൾ വീണ്ടും വിളിക്കുമ്പോൾ ദയവായി സഹകരിക്കും. ഒപ്പം തന്നെ ശ്രീ രാജഗോപാൽ കമ്പത്ത്, ദയവായി താങ്കൾ തുടരുക. വർധ ചുഴലിക്കാറ്റ് തന്നെയാണ് പ്രധാനപ്പെട്ട ഈ നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. 160ഓളം കിലോമീറ്റർ വേഗത്തിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ആഞ്ഞടിക്കുകയാണ് വർധ ചുഴലിക്കാറ്റ്. തമിഴ്നാടിന്റെ തീരത്തെത്തിയിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയ്ക്കും ചെന്നൈക്കും ഇടയിലാണ് ഇപ്പോൾ കാറ്റ് എത്തിയിരിക്കുന്നത്. വലിയ ശക്തമായ മഴയടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രത്യേകിച്ചും ചെന്നൈ നഗരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിമാനത്താവളം അടക്കം വെള്ളത്തിനടിയിലായിരിക്കുന്നു, വിമാനങ്ങളടക്കം മുങ്ങിയിരിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നു. ഒപ്പം തന്നെ ചെന്നൈ നഗരം പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വാർത്താവിനിമയ ബന്ധങ്ങൾ തകരാറിലായിരിക്കുന്നു. മൊബൈൽ ടവറുകൾ നിലം പറ്റിയിരിക്കുന്നു. വലിയ മരങ്ങളൊക്കെ നിലം പതിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചെന്നൈ നഗരം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. TV ചാനലുകളടക്കം സംരക്ഷണങ്ങൾ തകരാറിലായിരിക്കുന്നു. വാർത്താവിനിമയ ബന്ധങ്ങൾ നിലച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ 7500ഓളം പേരെ മാറ്റി പാർപ്പിച്ചിരിക്കുന്നു. ഒപ്പം ആന്ധ്രാപ്രദേശിലും കനത്ത മുൻകരുതലുകളാണ് എടുത്തിരിക്കുന്നത്.
അവിടെ 9400 പേരെ മാറ്റിയിരിക്കുന്നു. ആന്ധ്രാപ്രദേശിലോട്ടും കനത്ത മഴയും ചുഴലിക്കാറ്റും നീങ്ങാനുള്ള സാധ്യതയാണ്. ഇപ്പോൾ ആന്ധ്രാ തീരത്തേക്ക് കൂടി ചുഴലിക്കാറ്റ് കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും വലിയ ആശങ്ക സൃഷ്ടിച്ചുകൊണ്ട് വർധ ചുഴലിക്കാറ്റ് വീശിയടിക്കുന്ന ഒരു അവസ്ഥ. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ തമിഴ്നാട്ടിൽ എന്തും സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണുള്ളത്. വിമാനത്താവളങ്ങളടക്കം അടച്ചിരിക്കുന്നു. റെയിൽവേ ഗതാഗതം താറുമാറായിരിക്കുന്നു. റോഡ് ഗതാഗതം താറുമാറായിരിക്കുന്നു. വിവിധ ഇടങ്ങളിൽ റെയിൽ പാളങ്ങളടക്കം തകർന്നു പോയിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് വർധ ചുഴലിക്കാറ്റ്. തമിഴ്നാടിന്റെ തീരത്തെത്തിയപ്പോൾ 160 കിലോമീറ്ററോളം വേഗതയിലെത്തി അതിതീവ്രമായ പരിധിയിലേക്ക് കടക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. വലിയ നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കും വർധ ചുഴലിക്കാറ്റെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ മന്ത്രാലയവും പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ചെന്നൈ നഗരത്തിൽ കാറ്റും മഴയും ശക്തമായി വീശുകയാണ്. വിമാനത്താവളം അടച്ചിരിക്കുന്നു. ചെന്നൈയിലേക്കുള്ള വിമാനങ്ങൾ വേറെ വഴികൾ വഴി തിരിച്ചുവിട്ടിരിക്കുന്നു. സബർബൻ ട്രെയിൻ ഗതാഗതം സർവീസുകൾ താറുമാറായിരിക്കുന്നു. പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നു. ട്രാക്കുകളിൽ പല സ്ഥലത്തും മരങ്ങൾ വീണു. അതേസമയം വൈദ്യുതി ബന്ധങ്ങൾ ഇപ്പോൾ നിലച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശ്രീ രാജഗോപാൽ കമ്മത്ത് ചേരും നമ്മോടൊപ്പം ഇതിന്റെയൊക്കെ ഒരു അവസ്ഥ വിലയിരുത്താൻ വേണ്ടി. ശ്രീ രാജഗോപാൽ കമ്മത്ത്, ഏകദേശം 160 കിലോമീറ്ററോളം വേഗതയിലാണ് ഇപ്പോൾ ചെന്നൈയുടെ നോർത്ത് ഭാഗത്തൂടെ കാറ്റ് വീശി അടിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു പ്രളയത്തിന്റെ കൂടി മുന്നിലാണ്, വക്കിലാണ് ഇപ്പോൾ ചെന്നൈ എന്നുള്ളതാണ് ഏറ്റവും ഭീതിതമായ ഒരു കാര്യം കൂടി നമുക്ക് മുന്നിലുള്ളത്. അദ്ദേഹത്തിന് ടെലിഫോൺ ബന്ധം തകരാറിലാണ്. വളരെ വേഗത്തിൽ തന്നെ എത്താം. ഏതായാലും ചെന്നൈ നഗരം വലിയ ഒരു സ്തംഭനാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജനങ്ങളോട് കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് വരരുതെന്ന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകി. ചില ഭാഗങ്ങളിൽ ഉള്ളവരോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, ഏനൂർ അടക്കമുള്ള സ്ഥലങ്ങളിലുള്ളവരോട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശം വന്നിരിക്കുന്നു. അതായത് സർക്കാരിന്റെ നിർദ്ദേശം വന്നാൽ മാത്രമാണ്, സർക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ളവർക്ക് മാത്രമാണ് പുറത്തിറങ്ങാൻ നിലവിൽ അനുമതി നൽകിയിരിക്കുന്നത്. അല്ലാത്തവർ പുറത്തിറങ്ങരുത്, അത് അപകടങ്ങൾ സൃഷ്ടിക്കുമെന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിർദ്ദേശമുണ്ട്. അണക്കെട്ട് മേഖലകളിൽ ജാഗ്രത വേണമെന്ന് കേന്ദ്ര നിർദ്ദേശം വന്നിരിക്കുന്നു. അതായത് കനത്ത മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയർത്തും. സ്വാഭാവികമായും നദീതീരങ്ങളിൽ താമസിക്കുന്നവർക്ക് അത് വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ജാഗ്രത വേണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ഹെൽപ്പ് ലൈനുകൾ തുറന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം നമ്പറുകൾ ഞങ്ങളുടെ സ്ക്രീനിൽ ബ്രേക്കിംഗ് ന്യൂസുകളായി എഴുതി കാണിക്കുന്നുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുക. ഏതായാലും ഒപ്പം തന്നെ തമിഴ്നാട്, ആന്ധ്ര ഭാഗങ്ങളിലേക്കൊക്കെ യാത്ര തീരുമാനിച്ചവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപക്ഷെ യാത്ര ഒന്ന് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. കാരണം റെയിൽവേ ഗതാഗതങ്ങൾ, വിമാന ഗതാഗതം, ബസ് ഗതാഗതം അങ്ങനെ പൂർണ്ണമായും താറുമാറായ ഒരു അവസ്ഥ തന്നെയാണ് അവിടെയുള്ളത്. വലിയ പ്രതിസന്ധിയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു 4 മണിക്കൂറുകൾ കൂടി കഴിഞ്ഞാൽ മാത്രമാണ് എന്തെങ്കിലും കൃത്യമായ രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി കഴിയുകയുള്ളൂ. അടുത്ത 4 മണിക്കൂറുകളും ഏകദേശം ഇതേ ശക്തിയിൽ തന്നെ കാറ്റ് വീശുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇപ്പോൾ ചെന്നൈയിൽ നിന്നുള്ളവർ പറയുന്നതനുസരിച്ച് നോർത്ത് ഭാഗത്താണ്, ചെന്നൈയിലെ നോർത്ത് വടക്ക് ഭാഗത്താണ് കൂടുതൽ ശക്തിയായ രീതിയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒപ്പം തന്നെ ഒരു പ്രളയത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൂടി ചെന്നൈ എത്തുന്നു. കനത്ത മഴയാണ് ചെന്നൈയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രളയ സാധ്യതയ്ക്ക് കൂടി ചെന്നൈ മുന്നിൽ കാണുന്നുണ്ട്. ഒരു പ്രളയം 12 മാസം മുമ്പാണ് ചെന്നൈയെ മുക്കിയ ഒരു വലിയ പ്രളയം കടന്നുപോയത്. അതിന്റെ കെടുതികളിൽ നിന്ന് നഗരം മോചിതനായി എത്തുന്നതിന് തൊട്ട് പുറകെയാണ് ഇപ്പോൾ വലിയൊരു ദുരന്തം കൂടി ചെന്നൈക്ക് മുകളിലേക്ക് സൈക്ലോണിന്റെ ചുഴലിക്കാറ്റിന്റെ രൂപത്തിലെത്തിയിരിക്കുന്നത്. ആ ചുഴലിക്കാറ്റ് കനത്ത മഴ സൃഷ്ടിച്ച് വെള്ളപ്പൊക്കമടക്കമുള്ള കാര്യങ്ങളിലേക്ക് അത്ര വേഗതയിലാണ് ഇപ്പോൾ വീശി അടിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്നൈ വീണിരിക്കുന്നു. ചുഴലിക്കാറ്റിൽ, ശക്തമായ വർധ ചുഴലിക്കാറ്റിൽ ചെന്നൈ നഗരം ഒറ്റപ്പെട്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധിയാണ് നഗരം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. 160ഓളം കിലോമീറ്റർ വേഗത്തിൽ ഇപ്പോൾ കാറ്റ് വീശുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് വ്യക്തമാകും. റോഡുകളിലടക്കം വലിയ വെള്ളക്കെട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഒരു പ്രളയത്തിന്റെ കൂടി ഭീതിയിലേക്ക് നഗരം നീങ്ങിയിരിക്കുന്നു. ഒരു ഇരട്ട ദുരന്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നഗരം നിൽക്കുന്നത്. ഒരു വശത്ത് ചുഴലിക്കാറ്റും, മറ്റൊരു ഭാഗത്ത് അതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മഴയുടെ ശക്തിയിൽ വലിയൊരു പ്രളയത്തിലേക്ക് കൂടി നഗരം നീങ്ങുന്നു. അത്തരത്തിൽ ചെന്നൈ നഗരം ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഗതാഗത ബന്ധങ്ങൾ താറുമാറായിരിക്കുന്നു, വാർത്താവിനിമയ ബന്ധങ്ങൾ താറുമാറായിരിക്കുന്നു, വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങൾ വിച്ഛേദിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ചെന്നൈ നഗരം പൂർണ്ണമായും പുറം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടൊരവസ്ഥ. വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് ചെന്നൈ എത്തുമ്പോൾ ഇപ്പോൾ കാറ്റ് 160ഓളം കിലോമീറ്റർ വേഗതയിൽ ചെന്നൈയിലേക്ക് കടന്നിരിക്കുന്നു. ചെന്നൈയിൽ വളരെ ശക്തിയായ രീതിയിൽ അടിച്ചു കയറുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. വർധ ചുഴലിക്കാറ്റ് അതിന്റെ പൂർണ്ണമായ രീതിയിൽ ഉഗ്രരൂപം പൂണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അടുത്ത 4 മണിക്കൂറിനുള്ളിൽ 4 മണിക്കൂർ വളരെ നിർണായകമായിരിക്കും എന്നാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. ഒരുപക്ഷേ ഈ 4 മണിക്കൂറും ഇതിനടുത്ത വേഗതയിൽ തന്നെ കാറ്റ് നിലനിൽക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വിവരങ്ങൾ വന്നിരിക്കുന്നു.
150-160 കിലോമീറ്റർ, അതായത് അതിതീവ്ര പരിധിക്ക് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഇപ്പോൾ തീവ്രപരിധിയാണ്, ഇനി മുന്നിലുള്ളത് അതിതീവ്ര പരിധി എന്ന ഏറ്റവും കഠിനമായ രൂപമാണ്. അതിന്റെ തൊട്ടരികിലാണ് ഇപ്പോൾ 150 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. വർധ എന്ന ചുഴലിക്കാറ്റ് ഉഗ്രരൂപിയായി തന്നെ ചെന്നൈയുടെ വിവിധ ഭാഗങ്ങളിൽ ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ച. ഒരു പ്രളയത്തിന്റെ വക്കിൽ കൂടി ചെന്നൈ എത്തി നിൽക്കുന്നു. ഗതാഗത ബന്ധങ്ങൾ, ഒപ്പം തന്നെ വാർത്താവിനിമയ ബന്ധങ്ങൾ, മൊബൈൽ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള വിനിമയ ഉപാധികൾ എല്ലാം തന്നെ തകരാറിലായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു വേഗതയിലേക്ക് വർധ കാറ്റെത്തിയതോടെ മുൻകരുതലുകൾ ഒരുപാട് സ്വീകരിച്ചിരുന്നു. എങ്കിൽ പോലും വലിയൊരു പ്രതിസന്ധിയിലേക്ക് തന്നെയാണ് ചെന്നൈ നഗരം എത്തപ്പെട്ടിരിക്കുന്നത്. 9,400 പേരെ ചെന്നൈയിൽ 7,500ഓളം പേരെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല വിവിധ സ്ഥലങ്ങളിൽ കൂടുതൽ ദുരിതാശ്വാസ അത്തരത്തിലൊരു അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ ചെന്നൈ നഗരം എത്തി നിൽക്കുന്നത്. വിശദമായി വർധ ചുഴലിക്കാറ്റ് തമിഴ്നാട് തീരത്തെത്തി. 150 കിലോമീറ്റർ വേഗതയിലാണ് ഇപ്പോൾ കാറ്റ് വീശുന്നത്. ആന്ധ്ര, തമിഴ്നാട്, പുതുച്ചേരി തീരങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. കടുത്ത നാശനഷ്ടം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ചെന്നൈ വിമാനത്താവളം അടച്ചു, ഗതാഗതം തടസ്സപ്പെട്ടു. ചെന്നൈ വിമാനത്താവളം പൂർണ്ണമായും വെള്ളത്തിനടിയിലായിരിക്കുന്നു. ഒപ്പം തന്നെ പ്രളയഭീതിയിലും കൂടിയാണ് ചെന്നൈ നഗരം. രാജേന്ദ്രൻ നൽകും വിവരങ്ങൾ. രാജേന്ദ്രൻ, ഒരു വലിയ സ്തംഭനാവസ്ഥയിലേക്ക് ചെന്നൈ നഗരം എത്തിയിരിക്കുന്നു. ഏകദേശം 150 കിലോമീറ്റർ വേഗതയിൽ വർധ വീശിയടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ചെന്നൈ വിമാനത്താവളം അടക്കം വെള്ളത്തിനടിയിലായിരിക്കുന്നു. വാർത്താവിനിമയ ബന്ധങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു, ഗതാഗത ബന്ധങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രേക്ഷകരെ അറിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും ഏറ്റവും ആശ്വാസകരമായ കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ചെന്നൈയിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ ആന്ധ്രാപ്രദേശിൽ നിന്നോ പോണ്ടിച്ചേരിയിൽ നിന്നോ എവിടെ നിന്നും തന്നെ മരണങ്ങളൊന്നും തന്നെ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഔദ്യോഗികമായ വിവരമില്ല, അനൗദ്യോഗികമായ വിവരങ്ങളും ഇതേവരെ ഇവിടെ നിന്നും തന്നെ ഇല്ല. അതേസമയം കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അതിൻ്റെ പ്രാഥമികമായ ഒരു നിഗമനം അറിയിച്ചു കഴിഞ്ഞു. കനത്ത നാശനഷ്ടം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇന്നലെ വൈകിട്ട് മുതൽ ഒരു 2 മണി വരെ അവിടുത്തെ സംഭവവികാസങ്ങളെല്ലാം പൂർണ്ണമായും നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് കനത്ത നാശനഷ്ടം ഉണ്ടായേക്കും. എന്നാൽ ഇത് മുൻകൂട്ടി തന്നെ ഈ വർധയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ മുൻകരുതൽ നടപടികൾ കൈക്കൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം തന്നെ, ചെന്നൈ നിവാസികളും അതുപോലെ തമിഴ്നാട്ടിലെയും ആന്ധ്രാപ്രദേശിലെയും പോണ്ടിച്ചേരിയിലും പ്രത്യേകിച്ച് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരെല്ലാം തന്നെ ഇതിനെക്കുറിച്ച് വളരെ ജാഗരൂകരായിരുന്നു. തീരദേശങ്ങളിൽ താമസിക്കുന്നവരെ ഉൾഭാഗങ്ങളിലേക്ക് അവരെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അതുപോലെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങുന്ന കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന നിർദ്ദേശം നൽകിയിരുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എല്ലാ നിർദ്ദേശങ്ങളും പൂർണ്ണമായും അനുസരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ വളരെ നല്ല രീതിയിൽ സമീപകാലത്തുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളെയെല്ലാം നേരിടുന്നതിൽ കാണിച്ച ജാഗ്രതയേക്കാൾ എത്രയോ ഉയർന്ന രീതിയിലുള്ള മുൻകരുതലുകളാണ് ഇത്തവണ കൈക്കൊണ്ടത്. അതുകൊണ്ട് തന്നെ ആയേക്കാം ഇതുവരെ മരണം എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ഗ്രാമങ്ങളിലെ അവസ്ഥയെപ്പറ്റി പൂർണ്ണമായ വിവരങ്ങൾ ഇനിയും ലഭ്യമാവാനിരിക്കുന്നതേയുള്ളൂ. എന്നാൽ നഗരപ്രദേശങ്ങളുടെ ചിത്രം പൂർണ്ണമായും വ്യക്തമാണ്. ചെന്നൈ നഗരത്തിൽ വലിയ രീതിയിലുള്ള ഇതിൻ്റെ ആഘാതം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം സ്ഥലങ്ങളിലാണ് മരങ്ങൾ കടപുഴങ്ങി വീണത്. ഈ ആന്ധ്രാപ്രദേശ് ഒരു സ്ഥലത്ത് വലിയ ഒരു ടാങ്കർ ലോറി പൂർണ്ണമായും മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുപോലെ ചെന്നൈ നഗരത്തിൽ വൈദ്യുതി ബന്ധം ഏറെക്കുറെ എല്ലാ സ്ഥലത്തും തന്നെ വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. പല സ്ഥലത്തും വിരുങ്കംപാക്കത്ത് വീടുകളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു. മലിനജലവും മഴവെള്ളവും കൂടിച്ചേർന്ന് പല സ്ഥലത്തും തന്നെ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുപോലെ വെള്ളം കയറി പല സ്ഥലത്തും തന്നെ റെയിൽവേ പാളങ്ങളിൽ വിള്ളലുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കേരളത്തിലേക്ക് ചെന്നൈയിൽ നിന്നും ഉള്ള എല്ലാ ട്രെയിനുകളും തന്നെ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു. വിമാനത്താവളത്തിൻ്റെ കാര്യം നമ്മളത് നേരത്തെ തന്നെ അറിയിച്ചതാണ് പ്രേക്ഷകരെ. ചെന്നൈ വിമാനത്താവളം താൽക്കാലികമായി അടച്ചിരിക്കുകയാണ്. അവിടെ നിന്നും വിമാനങ്ങളൊന്നും തന്നെ സർവീസ് നടത്തുന്നില്ല. ഏതാണ്ട് 50ഓളം വിമാനങ്ങൾ മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ച് വിടുകയായിരുന്നു. ഇതാണ് ഈ ഘട്ടത്തിൽ നൽകാൻ സാധിക്കുന്ന ഏറ്റവും പുതിയ വിവരം. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കനത്ത നാശനഷ്ടം ഉണ്ടാകുമെന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ നൽകുന്ന ഏറ്റവും കർശനമായ ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് വരുന്ന ഒരു 2 മണിക്കൂർ സമയം വളരെ നിർണായകമാണ്. ഈ 2 മണിക്കൂർ നേരം എല്ലാവരും തന്നെ അങ്ങേയറ്റം ജാഗരൂകരായിരിക്കണം.
2 മണിക്കൂറിനകത്തായിരിക്കാം ഒരുപക്ഷെ ഇതിന്റെ ആഘാതം ഏറ്റവും ശക്തമായ രീതിയിൽ തീരദേശങ്ങളിലെല്ലാം തന്നെ ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും രാജേന്ദ്രൻ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കനത്ത മഴ കൂടി എത്തിയിരിക്കുന്നു. അതായത് ഒരു വിമാനത്താവളം അടക്കം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഒരു പ്രളയത്തിന്റെ കൂടി ഭീതിയിലാണോ ചെന്നൈ നഗരം ഇപ്പോഴുള്ളത്? അങ്ങനെയെങ്കിൽ 12 മാസമായി മുമ്പാണ് ഒരു വലിയ പ്രളയം ചെന്നൈയെ മൂടിയതും രാജേന്ദ്രൻ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ നേരിട്ട് കണ്ടതും കൂടിയാണ്. അത്തരത്തിലൊരു സാഹചര്യം കൂടി നിലവിലുണ്ടോ? അന്നത്തേതിൽ നിന്നുള്ളൊരു വ്യത്യാസം എന്തെന്നാൽ അന്ന് വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്താൻ സാധിച്ചില്ല എന്നതാണ്. ഇപ്പോഴാവട്ടെ കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത്, കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ചെന്നൈ നഗരത്തിൽ വലിയ പ്രളയമുണ്ടായത്, നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിനുശേഷം വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ അന്നത്തേതിൽ നിന്നും വ്യത്യസ്തമായി അന്ന് വെള്ളപ്പൊക്കമായിരുന്നെങ്കിൽ ഇത് ഒരു ചുഴലിക്കൊടുങ്കാറ്റാണ്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട വിഷയം പറഞ്ഞത് വെള്ളക്കെട്ട് തടഞ്ഞു നിർത്തി വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കുക എന്നതായിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തന്നെ അതിനുള്ള നിരവധി നടപടികൾ അതിന് കൈക്കൊണ്ടിരുന്നു. എന്നാൽ ചുഴലിക്കാറ്റിന്റെ സാഹചര്യം വേറെയാണ്. ചുഴലിക്കാറ്റ് അതിനെ പ്രതിരോധിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രതിരോധം എന്ന് പറയുന്നത് ഈ കൂടുതൽ ആഘാതങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്നും ആളുകളെ ഒഴിപ്പിക്കുക എന്നതാണ്. അത്തരത്തിൽ ഏതാണ്ട് 15,000-ഓളം പേരെയാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരപ്രദേശങ്ങളിൽ നിന്നുമായി ഒഴിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ചേരി പ്രദേശങ്ങളിൽ ഇതിന്റെ ആഘാതം ഇതിനകം തന്നെ പ്രകടമാണ്. ചേരി പ്രദേശങ്ങളിലെ പല വീടുകളും തന്നെ തകർന്നിരിക്കുന്നു. പല വീടുകളുടെയും മേൽക്കൂരകൾ പറന്നു പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കാരണം ചേരികളിലെ വീടുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ഉറപ്പില്ലാത്ത വീടുകളാണ്, അതിനകത്ത് തന്നെ താൽക്കാലികമായ ഷെഡുകളാണ്. ഏറ്റവും അധികം ആഘാതം ഉണ്ടാവുന്നതും ഇത്തരത്തിലുള്ള കുടിലുകൾക്കായിരിക്കും. അത് ഇതിനകം തന്നെ പ്രകടവുമാണ്. എന്നാൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും ലഭ്യമാവാനിരിക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ IT കമ്പനികളെല്ലാം തന്നെ, അത് ഇൻഫോസിസ് അടക്കമുള്ള IT കമ്പനികളെല്ലാം തന്നെ പ്രവർത്തനം നിർത്തിവെച്ചു. ചെന്നൈ നഗരം ഏറെക്കുറെ വിജനമാണ് എന്ന് തന്നെ പറയാം. ചെന്നൈ വിമാനത്താവളം വൈകിട്ട് 6 വരെ തുറക്കില്ല എന്നൊരു അറിയിപ്പുണ്ട്. മറ്റൊന്ന്, കൽപ്പാക്കം ആണവ നിലയത്തിന് സുരക്ഷ വർദ്ധിപ്പിച്ചു. കൽപ്പാക്കം ആണവ നിലയത്തിന് ഇത്തരത്തിലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ കൈക്കൊള്ളാനുള്ള സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. ആ ക്രമീകരണങ്ങളെല്ലാം തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ചെന്നൈ നഗരത്തിൽ നിരവധി പെട്രോൾ പമ്പുകളെല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത് ഇനിയുള്ള 1-2 മണിക്കൂറുകൾക്കകം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതാണ്. ചില സ്ഥലത്ത് നേരത്തെ ചെന്നൈയിലെ ഏഷ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജേർണലിസത്തിലെ മാധ്യമ വിദ്യാർത്ഥിയായ ബെച്ചു പറഞ്ഞതുപോലെ ചില പ്രദേശങ്ങളിൽ മഴ കുറഞ്ഞിട്ടുണ്ട്. മഴ കുറഞ്ഞിട്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ റോഡുകളിലെല്ലാം തന്നെ വെള്ളം നിറഞ്ഞിരിക്കുന്നു. വലിയ വെള്ളക്കെട്ടുകൾ കാണാനുണ്ട്. എങ്കിൽ പോലും മഴ ഇനി തീവ്രമാവുമോ? ഈ മഴയേക്കാൾ ഉപരി ചുഴലിക്കാറ്റിന്റെ ആഘാതം, തീവ്രത അത് എത്ര കണ്ടും ഉണ്ടാകുമെന്നതാണ്. ഒരു 130 മുതൽ 150 കിലോമീറ്റർ വരെ മണിക്കൂറിൽ വേഗത്തിലാണ് കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാറ്റിന്റെ ഗതി എങ്ങോട്ടായിരിക്കും? അതാണ് ഏറ്റവും നിർണായകമാകുന്ന ഒന്ന്. 2, കാറ്റുണ്ടാക്കാവുന്ന ആഘാതം എങ്ങനെയായിരിക്കും? ഈ കാറ്റിനെ തടഞ്ഞു നിർത്താനുള്ള, കാറ്റിൽ വലിയ രീതിയിലുള്ള ആഘാതങ്ങൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ശേഷി വൃക്ഷങ്ങൾക്കുണ്ടോ, കെട്ടിടങ്ങൾക്കുണ്ടോ? ഇതെല്ലാമായിരിക്കും ഏറ്റവും നിർണായകമാവുക. തീർച്ചയായിട്ടും രാജേന്ദ്രൻ, മറ്റു പ്രധാനപ്പെട്ട കാര്യം ഗതാഗതം സംബന്ധിച്ച കാര്യങ്ങളാണ്. ട്രെയിൻ ഗതാഗതം അടക്കം നിലച്ചിരിക്കുന്നു, വിമാന ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു, സബർബൻ ട്രെയിനുകൾ, മെട്രോ ട്രെയിനുകളൊക്കെ നിർത്തിവച്ചിരിക്കുന്നു. ഒരു പക്ഷേ അങ്ങോട്ട് യാത്ര തീരുമാനിച്ചിട്ടുള്ളവർ, ഈ ചെന്നൈ ആന്ധ്ര മേഖലയിലേക്കൊക്കെ യാത്ര തീരുമാനിച്ചിട്ടുള്ളവർ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ കൂടി ചെന്നൈ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും നമുക്ക് ഒറ്റപ്പെടുക എന്നതിനേക്കാൾ നല്ലത് അതൊരു അവിടുത്തെ സുരക്ഷാ സംവിധാനം, അവിടുത്തെ ഇനിയും വലിയ ആഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നേരിടാനുള്ള സംവിധാനം അത് സജ്ജമാക്കുക. സർവോപരി കൂടുതൽ പേരെ ഈ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് കൂടുതൽ പേർക്ക് കൂടി ഇതിൻ്റെ ആഘാതം ഉണ്ടാവാതിരിക്കുക, അതിനെല്ലാം ഉള്ള ഒരു തയ്യാറെടുപ്പുകളാണ് അവിടെ നടക്കുന്നത്. പക്ഷേ ചെന്നൈ നഗരത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരെ, ഒന്ന് ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട്, അതുപോലെ അർദ്ധ സൈനിക വിഭാഗത്തെ വിന്യസിച്ചിട്ടുണ്ട്, പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ ഏത് സാഹചര്യവും നേരിടാനുള്ള വലിയ ഒരു സന്നാഹം ചെന്നൈ നഗരത്തിൽ ഇപ്പോൾ ഉണ്ട് എന്ന് തന്നെ പറയാം. എന്നാൽ എനിക്ക് തോന്നുന്നത് നഗരപ്രദേശങ്ങളിലെ അവസ്ഥയേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ആഘാതം ഉണ്ടാക്കാനുള്ള സാധ്യത അത് ഗ്രാമപ്രദേശങ്ങളിലാണ്. എന്നാൽ ഗ്രാമങ്ങളിൽ നിന്നൊന്നും തന്നെ നമുക്ക് മരണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഈ മരങ്ങൾ അവിടെ വ്യാപകമായ രീതിയിൽ കടപുഴങ്ങി വീഴുന്നുണ്ട്. നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമപ്രദേശങ്ങളിലെ ഒരു വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ വീടുകൾ പലതും തന്നെ ബലക്ഷയം സംഭവിച്ചതായേക്കാം, അതുപോലെ കൂരകൾ ഉണ്ടായേക്കാം. അതെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഒരു കൊടുങ്കാറ്റുണ്ടായിക്കഴിഞ്ഞാൽ, ചുഴലിക്കാറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ അതെല്ലാം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായേക്കാം.
അതുകൊണ്ട് തന്നെ നഗരങ്ങളിലെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി നഗരങ്ങളിലെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണെങ്കിൽ പോലും ഗ്രാമങ്ങളിലെ പ്രത്യേകിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇനിയും നമുക്ക് അറിയാനുള്ളത്. കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ അതേപോലുള്ള ഒരു കനത്ത കാറ്റാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും ബലക്ഷയമുള്ള വീടുകൾക്കൊന്നും തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ചേരികളിലെ വീടുകൾക്ക് ക്ഷതം സംഭവിക്കാം. അതിൻ്റെ എല്ലാം ആഘാതം എത്ര കണ്ടുണ്ട് എന്ന് നമുക്ക് ഇനിയും അറിയാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കാലാവസ്ഥാ നിരീക്ഷണം കേന്ദ്രം ദില്ലിയിൽ നിന്നും നൽകിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് കനത്ത നാശനഷ്ടം ഉണ്ടാവും എന്നതാണ്. തീർച്ചയായിട്ടും ചെന്നൈ നഗരത്തിൽ വാർത്തയെത്തിയിരിക്കുന്നു. മറ്റൊന്ന്, തമിഴ്നാടിനപ്പുറത്തേക്ക് ആന്ധ്ര, പുതുച്ചേരി തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്ക് ഒരവസ്ഥ, അവിടെ ഏത് തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ്, ഏത് തരത്തിലുള്ള മുന്നൊരുക്കങ്ങളാണ് ഈ കാറ്റിനെ തടയാനൊക്കെ സ്വീകരിച്ചിരിക്കുന്നത്? രാജേന്ദ്രൻ, ഈ ആന്ധ്രാപ്രദേശിൽ നിന്നാണ്. ആന്ധ്രാപ്രദേശിലെ നെല്ലൂർ ജില്ലയിൽ അവിടെ ഒരു പെട്രോൾ കൊണ്ടുപോകുന്ന വലിയൊരു ടാങ്കർ ഈ കാറ്റിന്റെ ആഘാതത്തിൽ മറഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പെട്രോൾ ടാങ്കർ എന്ന് പറയുന്നത് വളരെ വലിയ വാഹനമാണ്. ഈ ഏതാണ്ട് ഒരു കനത്ത ഒരു ചുഴലിക്കാറ്റുണ്ടായാൽ പോലും അതിനെ അതിജീവിക്കാനെല്ലാം ശേഷി സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. ഈ ഒരു കാറ്റിൽ പോലും മറഞ്ഞു വീഴുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും അത് തീവ്രമായ ഒരു ചുഴലിക്കാറ്റാണ് എന്ന് തന്നെ പറയാം. എന്നാൽ ആന്ധ്രാപ്രദേശിൽ ആന്ധ്ര സർക്കാർ ഏതാണ്ട് 10,000-ഓളം പേരെ ഈ തീരദേശങ്ങളിൽ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അപകട സാധ്യത ഉണ്ടാവുമെന്ന് കരുതുന്ന തീരദേശങ്ങളിൽ നിന്നാണ് അവരെയെല്ലാം തന്നെ ഉൾഭാഗങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത്. ആന്ധ്രാപ്രദേശിലെ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. തെലങ്കാന ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു. ആന്ധ്ര ക്യാബിനറ്റ് പ്രത്യേകിച്ച് തീരദേശങ്ങൾ പ്രധാനമായിട്ടും ആന്ധ്രാപ്രദേശിൽ വരുന്ന ഭാഗങ്ങളാണുള്ളത്. അവർ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അവിടെ പല ഗ്രാമപ്രദേശങ്ങളിലെല്ലാം തന്നെ വൈദ്യുതി ബന്ധം പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ ഉപയോഗിക്കരുതെന്ന കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ രീതിയിൽ ഇതിന്റെ തീവ്രത അനുഭവിക്കാനിടയുള്ള എല്ലാ സംസ്ഥാനങ്ങളും തന്നെ വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ എത്ര തീവ്രത കൂടിയാലും ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കുക, ഈ മരണങ്ങൾ പരമാവധി കുറയ്ക്കുക, നാശനഷ്ടങ്ങൾ പരമാവധി കുറയ്ക്കുക, ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയുള്ള നടപടികളാണ് കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഇനിയുള്ള മണിക്കൂറുകൾ വളരെ നിർണായകമായിരിക്കും. നമുക്ക് അതിന്റെ വിവരങ്ങളെല്ലാം തന്നെ ഇനിയും ലഭ്യമാവാനിരിക്കുന്നതേ ഉള്ളൂ. തീർച്ചയായിട്ടും രാജേന്ദ്രനിലേക്ക് ഞാൻ വരാം.